ഹായ്, നമ്മളിന്ന് ഷോർട്ട് റൺ കോസ്റ്റുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഷോർട്ട് റൺ കോസ്റ്റിൽ 7 കോസ്റ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ, ഏതൊക്കെയാണെന്ന് ഓർക്കുമല്ലോ. ഷോർട്ട് റൺ കോസ്റ്റിൽ ആദ്യത്തേത് ഏതായിരുന്നു? ടോട്ടൽ കോസ്റ്റ് ആണല്ലേ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെയും സമ്മാണ്. TC is equal to TFC by TFC plus TVC. ഇനി ഇതിൽ നിന്ന് നമുക്ക് TVC കാണാം അല്ലേ. TVC is equal to എന്താണ്? TC മൈനസ് TFC ആണ്. അതേസമയം TFC എന്ന് പറയുന്നത് എന്താണ്? TC മൈനസ് TVC ആണ്. അതായത് ഈ രണ്ടെണ്ണം നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് അല്ലേ. ഇനി നമുക്ക് ബാക്കി 3 ആവറേജ് കോസ്റ്റുകൾ, അതായത് TCയുടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് AC ആണ്. AC ഈസ് ഈക്വൽ ടു എന്താണ്? TC ബൈ Q ആണ് അല്ലേ. ഇനി TVCയുടെ ആവറേജ് കോസ്റ്റിനെ നമ്മൾ AVC എന്നാണ് പറയുക, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ നമ്പർ ഓഫ് ഇൻപുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. നമ്പർ ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അടുത്തത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് AFC. AFC ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് TFC ബൈ നമ്പർ ഓഫ് പ്രോഡക്റ്റ് Q. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? MC ആണല്ലേ. MCN ഈസ് ഈക്വൽ ടു TCN മൈനസ് TCN മൈനസ് 1 എന്നാണ്. TCN മൈനസ് TCN മൈനസ് 1 പറയാം അല്ലേ. അതായത് ഏത് യൂണിറ്റിൻ്റെ MC ആണോ കാണേണ്ടത്, ആ യൂണിറ്റിൻ്റെ TCയിൽ നിന്നും തൊട്ട് പുറകിലുള്ള TC മൈനസ് ചെയ്താൽ MC കിട്ടും. അപ്പോൾ ഇത്രയും ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കാണേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു യൂണിറ്റിൻ്റെ TFC ഇവിടെ TFC നമുക്ക് തരുന്നുണ്ട് 20 എന്നാണ് തരുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ TFC മാത്രമേ തരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് തരുന്നത് TVCകളാണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഫസ്റ്റ് യൂണിറ്റിൻ്റേത് 0, അതായത് വേരിയബിൾ കോസ്റ്റ് 0, പ്രോഡക്റ്റ് ആകുമ്പോൾ 0 വേരിയബിൾ കോസ്റ്റ് ആണ്. ഇനി ഫസ്റ്റ് ഒന്നാമത്തെ യൂണിറ്റിൻ്റേത് 6 ആണ്. സെക്കൻഡ് യൂണിറ്റിൻ്റേത് 11. തേർഡ് യൂണിറ്റിൻ്റേത് തന്നിരിക്കുന്നത് 15 ആണ്. ഫോർത്ത് യൂണിറ്റിൻ്റേത് 18 എന്ന് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് യൂണിറ്റിൻ്റേത് 20, then 21. സെവൻത് യൂണിറ്റ് 23. എയ്ത്ത് യൂണിറ്റ് 26. നയൻത്ത് യൂണിറ്റ് 30. 10th യൂണിറ്റ് 35. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? TFC കാണണം അല്ലേ. TFC ഒരു യൂണിറ്റിൻ്റെ TFC തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എല്ലാ യൂണിറ്റിലും പ്രൊഡക്ഷൻ നടത്തുമ്പോഴും എന്താണ് ഔട്ട്പുട്ട് എത്രയാണെങ്കിലും ഔട്ട്പുട്ടിനനുസരിച്ച് മാറാത്ത ഇൻപുട്ടാണ് ഫിക്സഡ് ഇൻപുട്ട് അല്ലേ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റും അതേപോലെ തന്നെയാണ്. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് TFC എല്ലാ യൂണിറ്റും എന്താണ്? 20 ആണ്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. 20, അഗെയിൻ 20, നെക്സ്റ്റ് 20, പിന്നെ ഫോർത്തിൻ്റേതും 20, ഫിഫ്ത്ത് ഓൾസോ 20, സിക്സ്ത്ത് 20, 24 സെവൻത്ത് യൂണിറ്റ്, then 24 8th യൂണിറ്റ്, 24 9 ആൻഡ് 10th യൂണിറ്റ് ഓൾസോ. എല്ലാത്തിനും 20 എന്ന് കിട്ടി. ഇനി എന്താണ്? TVCയും കിട്ടി, TFCയും കിട്ടി അല്ലേ. ഇനി നമ്മൾ TC കാണണം. എങ്ങനെയാണ് TC കാണുക? TC ഈസ് ഈക്വൽ ടു TVC പ്ലസ് TFC ആണ് അല്ലേ. TFC പ്ലസ് TVC ആണ്.
അപ്പോൾ 0 + 20 എത്രയാണ്? 20 എന്ന് കിട്ടും അല്ലേ? ഇനി 20 + 6 20 + 6 ആണ് 26. 20 + 11 എത്ര കിട്ടി? 31 എന്ന് കിട്ടും അല്ലേ? 31. പിന്നെ വരുന്നത് എത്രയാ? 20 + 15 ആണല്ലേ? 35 എന്ന് കിട്ടും. പിന്നെ 20 + 18 ആണ്. അപ്പോൾ 20 + 18 38. 20 + 20 40 എന്ന് കിട്ടും. എഗെയിൻ 20 + 21 41. 20 + 23 43. 20 + 26 46. 20 + 30 50. 20 + 35 55. അപ്പോൾ TFCയും TVCയും ആഡ് ചെയ്ത് TC കാണണം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? AFC ആണ് കാണേണ്ടത്. AFC എന്ന് പറയുന്നത് എന്താണ്? TFC/Q ആണല്ലേ? TFCയെ Q കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? TVC ഇവിടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ TFC നമുക്ക് എന്ത് ചെയ്യണം? TC/Q. അപ്പോൾ 20/0 നമുക്ക് ഇൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അവിടെ ഡാഷ് ഇട്ടാൽ മതി അല്ലേ? ഇനി ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഇതെന്താണ്? 20/1 ആണ്. 20/1 എന്ന് പറഞ്ഞാൽ 20. നെക്സ്റ്റ് 20/2 10 എന്ന് കിട്ടും അല്ലേ? അടുത്തത് 20/3 എത്രയാണ്? 20/3 എന്ന് പറയുമ്പോൾ 6.67 എന്ന് കിട്ടും അല്ലേ? 6.666 എന്ന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിനെ 67 എന്ന് എഴുതാം നമുക്ക്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 20/4 എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടും അല്ലേ? അടുത്തത് 20/5 എന്ന് പറഞ്ഞാൽ 4. പിന്നെയുള്ളത് 20/6 ആണ്. അപ്പോൾ അതെത്രയാണ്? 20/6 എന്ന് പറഞ്ഞാൽ 3.33 എന്ന് പോവുകയാണ് ചെയ്യുക. 3.3 എന്ന് എഴുതിയാലും മതി. നെക്സ്റ്റ് 20/7 ആണ്. അപ്പോൾ എത്രയാണ്? 20/7 എന്ന് പറഞ്ഞാൽ 2.86. പിന്നെ 20/8 ആണല്ലേ? 20/8 എന്ന് പറയുമ്പോൾ 2.5. ഇനി 20/9 എത്രയാണ്? 20/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.2. നെക്സ്റ്റ് എത്രയാണ്? 20/10 എന്ന് പറഞ്ഞാൽ 2. ക്ലിയർ അല്ലേ? അപ്പോൾ 10, അതായത് AFC കാണാൻ ചെയ്യേണ്ടത് TFCയെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്പർ ഓഫ് പ്രോഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്ക് AVC ആണ് കാണേണ്ടത്. AVC എന്ന് പറയുന്നത് എന്തായിരുന്നു? AVC = TVC/Q ആണല്ലേ? TVCയെ, അതായത് ഈ കോളത്തെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ TVC 0 ആണ്. 0/0 നമ്മൾ എഴുതേണ്ട കാര്യമില്ല, ഒരു ഡാഷ് ഇടുക. നെക്സ്റ്റ് TVC എത്രയാണ്? 6 ആണല്ലേ? 6/1 ആണ് വരിക. 6/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും. 6 തന്നെ. ഇനി അടുത്തത് എത്രയാണ്? 11/2 ആണല്ലേ? 11. സെക്കൻഡ് TVC 11 ആണ്. 11/2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 5.5. നെക്സ്റ്റ് 15/3 ആണ്. 15/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 5. അടുത്തത് എത്രയാണ് വരുന്നത്? 18/4 ആണല്ലേ? 18/4 എന്ന് പറയുമ്പോൾ എത്രയാ വരേണ്ടത്? 4.5. നെക്സ്റ്റ് നോക്കാം നമുക്ക്. എത്രയാ വരുന്നത്? TVC 20 ആണ്. 20/5 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും അല്ലേ? അടുത്തത് 21/6 ആണ്. 21/6 എന്ന് പറഞ്ഞാൽ 3.5. നെക്സ്റ്റ് 23/7 ആണല്ലേ? 23/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എത്രയാണ് വരുന്നത്? 3.28 എന്ന് വരും അല്ലേ. അടുത്തത് 26/8 ആണ്. 26/8 എന്ന് പറഞ്ഞാൽ 3.25 വരും അല്ലേ. 3.25. നെക്സ്റ്റ് 30/9 ആണ്. 30/9 എന്ന് പറഞ്ഞാൽ എത്രയാ? 3.33 എന്ന് കിട്ടും. 3.33. നെക്സ്റ്റ് 35/10 ആണല്ലേ. 35/10 എന്ന് പറഞ്ഞാൽ 3.5. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നും, അതായത് AVCA എന്ന് പറയുന്നത് TVCA Q കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? AC ആണ് കാണേണ്ടത് അല്ലേ. AC എന്ന് പറഞ്ഞാൽ എന്താണ്? TC/Q ആണ്. TC/Q AC കാണാൻ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് TC എന്താണ്? 20 ആണ് അല്ലേ. 20/0 എന്ന് പറയുന്നത് നമ്മൾ ഡാഷ് ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് യൂണിറ്റിൻ്റെ TC എന്താണ്? 26/1 ആണ് അല്ലേ. 26/1 എന്ന് പറയുമ്പോൾ 26. സെക്കൻഡ് യൂണിറ്റ് എന്താണ്? 31 ആണ് അല്ലേ. 31/2 ആണ് കാണേണ്ടത്. 31/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 15.5 വരും. 15.5. നെക്സ്റ്റ് നമുക്ക് 35/3 ആണ്. 35/3 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 11.67. 11.67 അല്ലെങ്കിൽ നമ്മൾ 0.7 എന്ന് എഴുതിയാലും മതി. ഇനി എത്രയാണ്? 38ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 38/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 9.5 ആണല്ലേ. നെക്സ്റ്റ് 40/5 ആണല്ലേ. 40/5 എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടും അല്ലേ. ഇനി 41/6 ആണ്. 41/6 എന്ന് പറഞ്ഞാൽ 6.8. നെക്സ്റ്റ് എത്രയാണ്? 43/7 ആണ് അല്ലേ. 43/7 എന്ന് പറഞ്ഞാൽ 6.14 ആണ്. നെക്സ്റ്റ് കോളം 8 എത്രയാണ്? 46 കഴിഞ്ഞു. 50/9 ആണ് അല്ലേ. 50/9 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5. നെക്സ്റ്റ് 46/8 ആണ്. സോറി, 46/8 എന്ന് പറയുമ്പോൾ എത്ര വരണ്ടേ? 5.75. ഓക്കെ. ഇനി 50/9 ആണ്. 50/9 എന്ന് പറയുമ്പോൾ എത്രയാ? 50/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5.58 ആണ് അല്ലേ. 5.8. ദെൻ നമുക്ക് 55 ആണ് അല്ലേ. 55/10 എന്ന് പറഞ്ഞാൽ 5.5. അപ്പോൾ ക്ലിയർ ആയല്ലോ. അതായത് TCA Q, നമ്പർ ഓഫ് പ്രോഡക്റ്റ് Q കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, നമ്പർ ഓഫ് പ്രോഡക്റ്റ് Q കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? AC കിട്ടും. ACയുടെ വേറൊരു പേരാണ് SAC കേട്ടോ, മറന്നു പോകരുത്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്നും നമുക്ക് ചിലയിടത്ത് കാണാം. ഇനി നമ്മൾ കാണേണ്ടത് MC ആണ്. MC എന്ന് പറയുന്നത് എന്താണ്? nth യൂണിറ്റിൻ്റെ MC എന്ന് പറയുന്നത് nth യൂണിറ്റിൻ്റെ TCയിൽ നിന്നും n-1th യൂണിറ്റിൻ്റെ TC കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഫസ്റ്റ് യൂണിറ്റിന് മൈനസ് ചെയ്യാനില്ല അല്ലേ, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ MC എഴുതേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ യൂണിറ്റിൻ്റെ MC എന്ന് പറയുന്നത് എന്താണ്? അതായത് 0യ്ക്കാണ് ഇല്ലാത്തത്. ഫസ്റ്റ് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ MC എന്ന് പറയുമ്പോൾ TC 26 ആണ് അല്ലേ. 26ൽ നിന്നും 20 മൈനസ് ചെയ്താൽ എത്ര കിട്ടുന്നത്? 6 കിട്ടും. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത യൂണിറ്റ് എങ്ങനെ കാണും? 31 മൈനസ്
26. അതായത് സെക്കൻഡ് യൂണിറ്റിൻ്റെ TC 31 ആണ്. 31ൽ നിന്നും 26 മൈനസ് ചെയ്താൽ 5 കിട്ടും. നെക്സ്റ്റ് എന്താണ്? 35ൽ നിന്നും 31 മൈനസ് ചെയ്യണം അല്ലേ? 35ൽ നിന്നും 31 മൈനസ് ചെയ്താൽ 4 കിട്ടും. ഇനി 38 മൈനസ് 35 ആണ്, 3 കിട്ടി. നെക്സ്റ്റ് എന്താണ്? 40 മൈനസ് 38 ആണ്. 40 മൈനസ് 38 എന്ന് പറയുമ്പോൾ 2. ദെൻ 41 മൈനസ് 40 ആണ്, 1 എന്ന് കിട്ടും അല്ലേ? ഇനി നോക്കിയേ, 43 മൈനസ് 41 ആണ്. 43 മൈനസ് 41 എന്ന് പറയുമ്പോൾ എത്രയാ? 2 കിട്ടി. ഇനി എത്രയാണ്? 46 മൈനസ് 43 ആണ്. അപ്പോൾ എന്താണ്? 3. അപ്പോൾ MC നോക്കിയേ, ആദ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, പിന്നീട് എന്താണ്? കൂടുതലായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ എത്രയാണ് വരുന്നത്? 46 കഴിഞ്ഞ് 50 മൈനസ് 46 എത്രയാണ് വരുന്നത്? 50 മൈനസ് 46 എന്ന് പറയുമ്പോൾ 4 അല്ലേ? ഇനി 55 മൈനസ് 55. ഓക്കെ, അപ്പോൾ 5 യൂണിറ്റിൻ്റെ 10 യൂണിറ്റിൻ്റെ MCയും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് പഠിക്കണം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് പലതവണ അല്ല, ഒരു 95% എക്സാമുകളിലും പബ്ലിക് എക്സാമുകളിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും 8 മാർക്ക് തന്നെ ഫുള്ള് വാങ്ങുക. നന്നായി പഠിക്കുക. താങ്ക് യു.